വയനാടിന്റെ ജില്ലാ ആസ്ഥാനമായ കൽപ്പറ്റയിലെത്തുന്നവർക്ക് എളുപ്പം പോകാവുന്ന ഒരു മനോഹരമായ സ്ഥലമുണ്ട്. കൂറ്റൻ പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ ഈ പ്രദേശത്ത് നിന്നാൽ എന്താണ് പ്രത്യേകത എന്നല്ലേ? കൽപ്പറ്റ നഗരമടക്കം വയനാടിന്റെ ഒരു ഭാഗം മുഴുവനായിട്ട് അവിടെ നിന്ന് കാണാം. അപ്പോൾ മൈലാടിപ്പാറ അതാണ് ലക്ഷ്യസ്ഥാനം. അവിടേക്ക് സുർജിത്ത് അയ്യപ്പത്തും കൂട്ടരും യാത്ര പോകുന്നുണ്ട്. പിന്നാലെ നമുക്കും പിടിക്കാം മൈലാടിപ്പാറയിലേക്ക്. റൈഡിംഗ് റിപ്പോർട്ടറുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര കൽപ്പറ്റ നഗരത്തിൽ തന്നെയാണ്. കൽപ്പറ്റ നഗരത്തിലെ ബൈപ്പാസിനോട് ചേർന്ന് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. പേര് മൈലാടിപ്പാറ. മോട്ടോർ ബൈക്ക് ഇതുവരെ മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കണം. ഏതാണ്ട് ഒരു 500 മീറ്റർ മാത്രം ദൂരം. കൂറ്റൻ പാറകളാണ് പ്രത്യേകത. പോകുന്ന വഴിക്കൊക്കെ വലിയ വൻ പാറകൾ കാണാം. ഇത് കണ്ടില്ലേ, വൻ പാറയാണ്. ഈ വൻ പാറയുടെ മുകളിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് മരങ്ങൾ. അതിൻ്റെ വേരുകൾ ഇങ്ങനെ ആഴത്തിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. നടത്തം തുടരാം. ജൈനമതത്തിന് ഏറെ പ്രാധാന്യമുള്ള സ്ഥലമാണ് ഈ മൈലാടിപ്പാറ എന്ന് പറയുന്ന പ്രദേശം. 24 തീർത്ഥങ്കരരുണ്ട് ജൈനമതത്തിൽ, മഹാവീരനടക്കം. അതിൽ ഒരാളാണ് ചന്ദ്രപ്രഭ തീർത്ഥങ്കരൻ. ആ ചന്ദ്രനാഥ സ്വാമിയുടെ പേരിലാണ് ഈ ക്ഷേത്രമുള്ളത്. അദ്ദേഹത്തിൻ്റെ സ്മരണയിലാണ് ജൈന തീർത്ഥാടന കേന്ദ്രമുള്ളത്. ഇതേറെ പൈതൃക പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ്. ആ അർത്ഥത്തിൽ ഇത് ഇപ്പോൾ ട്രസ്റ്റിന് കീഴിലാണ്. ആ ട്രസ്റ്റ് കൃത്യമായ രീതിയിൽ തന്നെ ഇത് സംരക്ഷിച്ച് പോരുന്നുമുണ്ട്. കുറേ കൂടി സംരക്ഷണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ വരുന്നവരൊക്കെ പറയുന്നത് വല്ലാത്തൊരു സ്വാസ്ഥ്യം ഇവിടുന്ന് കിട്ടുന്നുള്ളതാണ്. വല്ലാത്തൊരു ആത്മീയ അനുഭവം ഉള്ളൊരു പ്രദേശമാണ് ഈ മൈലാടിപ്പാറ എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാം, അതിൻ്റെ അടയാളങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒറ്റപ്പാറയിൽ കൊത്തിയെടുത്ത പത്മപാദമാണ് ഈ കാണുന്നത്. അത് ജൈനമത വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ്. ഇത് 10 അടിയോളം വ്യാസത്തിലാണ് ഈ പത്മപാദം ഉള്ളത്. മൈലാടിപ്പാറേൻ്റെ ഐതിഹ്യം പറയുമ്പോൾ പുരാതന കാലത്തെ നിയോലിത്തിക് ഏജിലുള്ള എടക്കൽ ഗുഹേനും അതിൽ കുറച്ച് ഉൾക്കൊള്ളി കണ്ടുവരുന്നുണ്ട്. ഒരു 150 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. കാക്ക പറിക്കുന്നത് ആസ് ക്ലോ ഫ്രൈസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് പോവുകയാണ്. ശ്രവണബളുകളാന്ന് വെച്ചിട്ട് ലോക പ്രസിദ്ധമായിട്ടുള്ള ആ ജൈനക്ഷേത്രമൊക്കെ ഉള്ളത്. അവിടുത്തെ 150 കിലോമീറ്റർ ജനങ്ങൾക്ക് സഞ്ചരിച്ച് വരണമെന്ന് വെച്ചാൽ ഏറി വന്ന ഒരു 10-25 ദിവസം കൊണ്ട് ഇവിടേക്ക് എത്തേണ്ടതേ ഉള്ളൂ. പണ്ടൊക്കെ ഈ റോഡിൽ കൂടെയല്ല വരിക, കുറുക്ക് വഴിക്ക് നടന്ന് വരലാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടേക്ക് എത്തിപ്പെടാൻ വലിയ ദൂരമൊന്നുമില്ല. അവിടുത്തെ ആ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സമയത്ത് അവിടുന്ന് കുറേ ജൈനർ ഇങ്ങോട്ടേക്ക് മാറി വന്നിട്ടുണ്ട്. ആ വന്ന കൂട്ടത്തിലാണ് ബത്തേരിത്തെ നമ്മുടെ ജൈനക്ഷേത്രം പണിതും. ഏതാണ്ട് 13-ാം നൂറ്റാണ്ടിലാണ് പറഞ്ഞത്. അന്ന് ഇവിടെ വൈബ്രൻ്റ് ജൈന സമൂഹം ഉണ്ടായിരുന്നു. ആ ജൈന സമൂഹത്തിൻ്റെ ഒരു ക്ഷണപ്രകാരമോ അല്ല അവരുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടോ പല മുനികളും അവിടുന്ന് വരലുണ്ടായിരുന്നു. അതിലൊരു പ്രത്യേക ഒരു സംഘം മുനികൾ സംഘമായിട്ടാണ് അവർ വരലുണ്ടായിരുന്നത്. അവർ വരുമ്പോൾ നിങ്ങൾ എടക്കൽ ഗുഹ വഴിക്കാണ് വരില്ല. അവിടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാണാം ബ്രഹ്മി ലിപിയും ഉണ്ട്. അതേസമയത്ത് തന്നെ സ്വസ്തിക്കൊക്കെ വരച്ച ചിത്രങ്ങളുണ്ട്. അപ്പോൾ സ്വസ്തിക്കൊക്കെ ജൈന സമൂഹത്തിൻ്റെ പേര് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു സിമ്പിളാണ്. അപ്പം ആ വന്ന മുനികൾ, ഒരു മുനി പത്മപ്രഭ മലധാരി ദേവ, അങ്ങനെയാണ് അയാളുടെ പേരുണ്ടായിരുന്നത്. അയാളാണ് ആദ്യം മൈലാടിപ്പാറയിലേക്ക് എത്തുന്നത്. മൈലാടിപ്പാറയിൽ വരുന്നത് വേറൊന്നല്ല, ആ കാലങ്ങളിലൊക്കെ പെനാൻസ് എന്ന് വെച്ചാൽ ചെയ്ത പാവത്തിന് അതിനൊക്കെ ഒരു പരിഹാരമായിട്ടും ധ്യാനത്തിനൊക്കെ ആയിട്ടാണ് അവിടെ വന്നത്. അപ്പോൾ മൈലാടിപ്പാറേൻ്റെ ആ പ്രശാന്ത സുന്ദരമായ സ്ഥലം ഇപ്പോഴും ഞങ്ങൾ അവിടെ ചെന്നാൽ വെച്ചാൽ ഒരു ഒച്ചയും ഒരു ബഹളവും ഇല്ലാതെ താഴെ വാഹനമൊക്കെ ഓടുന്നതിൻ്റെ ഒരു ഒച്ച പോലും കേൾക്കാതെ അത്രയും ഒരു പ്രശാന്ത സുന്ദരമായിട്ടുള്ള സ്ഥലമാണ്. ബാക്കിയുള്ള അമ്പലങ്ങൾക്കൊക്കെ ട്രസ്റ്റുകൾ ഉണ്ടെങ്കിലും ഇത് സമൂഹം, ജൈന സമാജം ഒന്നിച്ച് അവരെല്ലാവരും കൂട്ടായിട്ടാണ് നടത്തുന്നത്. ഈ ഷോർട്സും റീൽസും ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങളിലൂടെ ഈ ഒരു ദൃശ്യം പലരും കണ്ടു കാണും. ഇത് മൈലാടിപ്പാറയുടെ ഒരു ഐക്കണാണ്. ശരിക്കും 2 മരങ്ങൾ
അതിന് തൊട്ട് താഴെയായി ഇങ്ങനെ വെള്ളം പരന്നു കിടക്കുന്ന ഒരു കാഴ്ച, അതിലേക്ക് പ്രതിഫലിക്കുന്ന ഇതിൻ്റെ നിഴലുകൾ, അത് ഭയങ്കര മനോഹരമായിട്ടൊരു കാഴ്ചയാണ്. അത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ഇപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് വന്നിരിക്കുന്നതാണ്, വൈകുന്നേരമൊക്കെ വന്നിരിക്കുക തന്നെ ഒരു സമാധാനം, ഭയങ്കര സമാധാനം കിട്ടുന്ന ഒരു സ്ഥലമാണ്. കുറച്ചൊരു ഇരുടാവുന്നവരെ ഇരുന്ന് വൈകുന്നേരം ഇറങ്ങി പോകുന്ന പതിവാണുള്ളത്. നല്ല സ്ഥലമാണ്. കൽപ്പറ്റയിൽ നിന്ന് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. ഇവിടെ മെയിനായിട്ട് സൺസെറ്റാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ എല്ലാവർക്കും ഏറ്റവും പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റും. ഇപ്പോൾ പുറത്തുനിന്ന് വരുന്നവർക്കാണെങ്കിലും ഇപ്പോൾ കൽപ്പറ്റ ടൗണിൽ നിന്ന് ഏറ്റവും അടുത്ത് പോയി ഇരിക്കാൻ പറ്റിയ സ്ഥലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ സജസ്റ്റ് ചെയ്യുക, അപ്പോൾ മയിലാടിപ്പാറ പോയിക്കോ, അവിടെ അടിപൊളിയാണ്, സൺസെറ്റ് അടിപൊളിയാണ്. പിന്നെ സൺറൈസും അടിപൊളിയാണ് കേട്ടോ. മഞ്ഞുകാലത്ത് രാവിലെ ഇപ്പോൾ വന്ന് ചെറിയ രീതിയിൽ ക്ലൗഡ് ബെഡൊക്കെ ഉണ്ടാവും രാവിലെ. മയിലാടിപ്പാറയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ അങ്ങ് ദൂരെ ബാണാസുര മലനിരകൾ ഇങ്ങനെ കാണാം. അവിടെ നിന്ന് ഇങ്ങനെ കണക്റ്റായി വന്ന് ഒരു ഭാഗത്ത് ചെമ്പ്രമല കാണാം. അങ്ങനെ കൂറ്റൻ മലനിരകൾ, ഈ വയനാടിൻ്റെ മുഴുവൻ ഭംഗിയും കാണാവുന്നൊരു ഇടം കൂടിയാണിത്. മാത്രമല്ല തൊട്ട് താഴെ ആണ് കൽപ്പറ്റ നഗരമുള്ളത്. കൽപ്പറ്റ നഗരത്തിൽ നിന്ന് ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ പ്രദേശം. ഞങ്ങൾ എറണാകുളം ജില്ലയിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ താഴെ പോയപ്പോൾ റിവ്യൂ കേട്ട് വന്നതാണ്. പിന്നെ സൺസെറ്റ് അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു, അപ്പോൾ അത് എൻജോയ് ചെയ്യാൻ വന്നതാണ്. നല്ല സ്ഥലമാണ്. ഞങ്ങൾ ആക്ച്വലി താഴെ ഇങ്ങനെ ജസ്റ്റ് അന്വേഷിക്കുകയായിരുന്നു നിയർ ബൈ ഏതോ സ്പോട്ട്സ് ഉള്ളത്. ഞങ്ങൾക്ക് ഇവിടെ നിന്നാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഈ സ്ഥലത്തിനെ പറ്റി അറിഞ്ഞത്. അപ്പോൾ ഇറ്റ് ഇസ് റിയലി ഗുഡ് സ്പോട്ട് ടു കം. ഒരു ഡെയിലി ലൈഫിലെ ഒരു ഹെക്ടിക് ഷെഡ്യൂളിൽ നിന്നൊക്കെ മാറി നമുക്കൊന്ന് സ്വയമേ ഒന്ന് എൻജോയ് ചെയ്യാനൊക്കെ ഇങ്ങനെ ഒരു ഫീൽ ഗുഡ് മൊമെൻ്റ് ആണ് ആക്ച്വലി. ഇത് കണ്ടോ, ഇതൊരു ഒറ്റ പാറയാണ്. എന്തൊരു വലിപ്പമുള്ള പാറ, ഇങ്ങനെ പരന്നു കിടക്കുന്ന പാറ. പക്ഷേ ഈ പാറയുടെ മുകളിലും ഇങ്ങനെ കുറേ അടയാളങ്ങൾ കാണാം. അവിടെ വരുന്നവർക്ക് ഇങ്ങനെ പേരെഴുതി ഇട്ടേ മതിയാവും, അതാണ് അവസ്ഥ. അത് ഇത്രമാത്രം ഈ ഒരു ഇങ്ങനത്തെ കേന്ദ്രങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും പൈതൃക പ്രാധാന്യമുള്ള കേന്ദ്രങ്ങളാണ്. അതിനൊക്കെ ഒരു മാനിക്കാവുന്ന ഒരു മാനസിക സ്ഥിതിയും കൂടി ഇവിടെ വരുന്നവർക്ക് വേണം എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം ഇങ്ങനെയൊക്കെ പേരെഴുതി വെക്കുക, ഇവിടെ ചുമര് കണ്ട അവിടെ എഴുതി വെക്കുക. ആ ക്ഷേത്രത്തിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഇതുപോലെ പേരെഴുതി വെച്ചതായിട്ട് കണ്ടു. കഴിച്ച മിഠായി കടലാസ് വരെ ഇവിടെ തള്ളിയിട്ട് പോവുക, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കാരണം ഇവിടെ അത്രയും ജൈവസമ്പത്തുള്ള പ്രകൃതി സുന്ദരമായ പ്രദേശമാണ്. ആ പ്രദേശത്തെ മാനിക്കുന്ന വിധത്തിലാകണം ഇവിടേക്ക് എത്തുന്ന ആളുകൾ. അത്തരം ജാഗ്രത കൂടി ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് തോന്നുന്നത്. ഇവിടെ കുറച്ച് നടക്കാനുള്ള ഒരു വഴിയൊക്കെ കാണുന്നുണ്ട്. നമുക്കതിലൂടെ ഒന്ന് പോയി നോക്കാം. കാരണം അത്രമാത്രം കുറേ മരങ്ങളൊക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് വളരുന്നൊരവസ്ഥയാണുള്ളത്. അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഒരു കാട്ടുവഴി കാണുന്നത്. ആ കാട്ടുവഴിയിലൂടെ വെറുതെ ഒന്ന് നടന്നു വരാം. ഇത് കണ്ടില്ലേ, ഇത് വൻ പാറ കേട്ടോ. ആ വൻ പാറയുടെ ഇടുക്കിലൊക്കെ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഭയങ്കര കൂറ്റൻ പാറയാണ്. സമയം സന്ധ്യയാവുന്നു, അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ശരിക്കും ഗംഭീര പാറകളാണ്. ഈ പാറകൾ ഇങ്ങനെ അടുക്കി വച്ച പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കൂറ്റൻ പാറകൾ എന്ന് പറഞ്ഞാൽ കൂറ്റൻ പാറകൾ, അതിൽ നിന്ന് വേര് പടർത്തിയ മരങ്ങൾ മുകളിൽ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് കാണാം. അതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാഴ്ച കേട്ടോ. എന്തായാലും ഇവിടേക്ക് വന്നു കഴിഞ്ഞാലുള്ളൊരു എക്സ്പീരിയൻസ് ആണിത്. പക്ഷേ ഇവിടേക്ക് അങ്ങനെ അധികം ആരും ഇവിടേക്ക് വരാറില്ല. എല്ലാവരും ആ പാറയുടെ മുകളിലിരുന്ന് വ്യൂ പോയിൻ്റൊക്കെ ഒന്ന് ആസ്വദിച്ച് മലകളും അതോടൊപ്പം തന്നെ ഈ കൽപ്പറ്റ നഗരമൊക്കെ ആസ്വദിച്ച് മടങ്ങുകയാണ് ചെയ്യുക. പക്ഷേ ഇവിടേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു കാഴ്ച, അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവുന്നത്. അത്രയും വല്ലാത്ത കൂറ്റൻ പാറകൾ നിൽക്കുന്ന ഒരു പ്രദേശം. അതിങ്ങനെ തൂണുപോലെ നിൽക്കുന്ന പാറകൾ, അതിനിടയിലൂടെയൊക്കെ കുറേ വഴികളൊക്കെ കാണുന്നുണ്ട്. യാത്ര തുടരാം. സൂര്യൻ അങ്ങനെ ചെഞ്ചുകപ്പ് ചായം വിതറി ബാണാസുര മലനിരകൾക്കപ്പുറത്ത് അസ്തമിച്ചു. ഞങ്ങൾ ഇറങ്ങുകയാണ് മയിലാടിപ്പാറയിൽ നിന്ന്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.